ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു സ്പെഷ്യൽ ഓംലെറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചെടുക്കാം കേട്ടോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതിലേക്ക് ഒരു 2 സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പാലൊഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 2 സ്പൂണ് വെള്ളമായാലും മതി. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് അടിച്ച് പതപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ഹെവി ആയിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സൊക്കെ കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളം കുടിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് പോകാനും നമുക്ക് വയറിനൊക്കെ ഒരു സുഖം കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെവി ആയിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഇതുപോലത്തെ എല്ലാം ഫാറ്റുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളം കുടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അതായത് ചെറു ചൂടുള്ള വെള്ളത്തിലായിരിക്കണം. ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് ഞാനിങ്ങനെ മുറിച്ച് വെച്ചപ്പോൾ കളറ് ഒന്ന് റെഡ് ആയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കളറ് മാറാതിരിക്കാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാലും മതി. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയം വെച്ചിട്ട് അരിഞ്ഞാൽ മതി. ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് അത്ര അധികം സമയമൊന്നും എടുക്കില്ല. വളരെ നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുള്ള ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇതിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ, മുരിങ്ങയില, ഇതൊക്കെ ഒന്ന് ഇത് വഴറ്റുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാബേജ് ഒക്കെ ചേർക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. ആ ഉള്ളിയുടെ കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. എന്ന് വെച്ചിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനിതാ ഇത് ഈ മുട്ടയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ചീസാണ്, ഗ്രേറ്റ് ചെയ്ത ചീസ്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചീസ് ചേർക്കാം. സ്ലൈസ് ആണെങ്കിൽ അത് പൊട്ടിച്ച് ഇട്ടാൽ മതി. നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് തന്നെ അത് മെൽട്ടായിട്ട് വന്നോളും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ചീസിൻ്റെ ടേസ്റ്റ് നല്ലോണം അറിയണമെങ്കിൽ കുറച്ച് അധികം ഇടണം. അല്ല അധികം അറിയണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പക്ഷേ നല്ല ചീസിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് നല്ല കിട്ടണമെങ്കിൽ കുറച്ച് അധികം ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കൊണ്ട് മതിയാവില്ല. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. 4-5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കടായിൽ കുറച്ച് ഒരു 1/2 സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിത് എണ്ണയിൽ ഒഴിച്ച് വഴറ്റിയതല്ലേ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ച കാരണം ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് നന്നായി കുക്കായാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊരു ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഇങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് കിടന്നോളും. പിന്നെ ഒരു ദിവസത്തിന് വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി ഞാൻ മീതെ ഒന്ന് വെതറിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടച്ചാൽ ചെയ്യാം. ഇപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. അടിഭാഗം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കട്ടിയുള്ള കാരണം അടിഭാഗം പെട്ടെന്ന് കുക്കാവും, മീതെ കുക്കാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും കഴിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ചീസൊക്കെ ഉള്ള കാരണം നല്ല അത്യാവശ്യം ഹെവിയാണ്. അല്ലെങ്കിൽ ചീസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള വെജിറ്റബിൾസും എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി.
അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.